ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 2 ബീട്രൂട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കാം. ഒരു 400 ഗ്രാം ഉണ്ടാവും. അത് ഞാൻ തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്കത് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ നീളത്തിൽ നൈസായിട്ടത് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതേ വലിപ്പത്തിൽ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി ചെറുതാക്കി കട്ട് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 8 വറ്റൽമുളക്, നല്ല എരിവുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഒരു 1/2 സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂൺ വലിയ ജീരകം, ഒരു 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, ഒരു 10 കുരുമുളക്. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി അതിലേക്കൊരു 10 കഷ്ണം തേങ്ങാക്കൊത്ത്, ഇതേപോലെ വലിപ്പത്തിലുള്ള തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മുളകെല്ലാം കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തെല്ലാം അതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾക്ക് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കിട്ടുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് 1/2 സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും അതൊന്ന് ചുവന്ന് വരുമ്പോൾ ഒരു 1/4 സ്പൂൺ അളവിൽ കടുകും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5 വെള്ളുള്ളി തോലോടെ ഞാനൊന്ന് ചതച്ചതാണ്, ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് വഴറ്റണം. അപ്പോൾ ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പൊടിയുപ്പ്. ഇനി നമ്മൾക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കാരണം ബീട്രൂട്ടിൻ്റെ വെള്ളം ഇറങ്ങി വരണം. ആ ഓയിലും ഉപ്പും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് ബീട്രൂട്ട് വെന്ത് കിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 3 സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ മസാലയിൽ എല്ലാം ആയിട്ടുണ്ട്. ഇത് ഒന്ന് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഇപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് നമുക്ക് അല്പം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ വേവ് ഒന്നുകൂടി വേവാനുണ്ട്. ഒരു സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് കൂടി ഞാൻ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അതായത് ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കുക, എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതപ്പോൾ ബീട്രൂട്ടൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയെല്ലാം ചേർത്ത പൊടിയായതുകൊണ്ട് തന്നെ നല്ലൊരു രുചിയായിരിക്കും. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ വെജിറ്റേറിയനൊക്കെ കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കൂടെ നമ്മൾ കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബീട്രൂട്ടിൻ്റെ ഫ്രൈ എന്ന് പറയാം, ചില്ലി എന്ന് പറയാം, ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര ബീട്രൂട്ട് കഴിക്കാത്തവർ ഇത് കഴിച്ചിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. എന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബീട്രൂട്ട് കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടിപൊളി ആയില്ലേ. ഇന്നിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ ഈ ബീട്രൂട്ട് ഫ്രൈ ഉണ്ട്. ഫ്രൈ എന്ന് തന്നെ നമ്മൾക്ക് പറയാം. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് പുരട്ടി കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.